ഹലോ എവരി വൺ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് 2 എക്സാമിൻ്റെ GK സിലബസും അതിൻ്റെ സ്റ്റഡി പാറ്റേണും എങ്ങനെ ഇത് പഠിക്കണം എന്നുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവരൊരു സിലബസ് തന്നിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ആ സിലബസ് അനലൈസ് ചെയ്യണം. അതേപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും അവൈലബിൾ ആണെങ്കിൽ നമ്മളത് അനലൈസ് ചെയ്തിട്ട് വേണം നമ്മുടെ സ്റ്റഡി പാറ്റേൺ. വളരെ കുറച്ച് സമയമാണ് നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാൻ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും പഠിക്കാനായിട്ട് ഇപ്പോൾ GK ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കറിയാം, കറണ്ട് അഫെയർസ് എന്ന് പറയുന്നൊരു ടോപ്പിക്ക് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിലബസ് എല്ലാം ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതിൽ കറണ്ട് അഫെയർസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊരു എക്സാമിന് നോക്കുവാണെങ്കിലും കറണ്ട് അഫെയർസ്, പ്രത്യേകിച്ച് ഇതൊരു ഇംഗ്ലീഷ് മീഡിയത്തിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കറണ്ട് അഫെയർസ് അത്യാവശ്യം നല്ല ടഫിലാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ ലാസ്റ്റ് ഒരു 4 to 6 months കറണ്ട് അഫെയർസ് ആണ് നമ്മൾ നോക്കേണ്ടത്. പക്ഷേ നമ്മുടെ ഈ ഒരു എക്സാമിൻ്റെ കേസിൽ നോക്കുവാണെങ്കിൽ GK ആൻഡ് കറണ്ട് അഫെയർസ് എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ ഒരുമിച്ചാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ കൂടെ GKയുടെ ടോപ്പിക്സ് എന്തൊക്കെയാണ്, കറണ്ട് അഫെയർസ് എന്തൊക്കെയാണ്, അങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് എക്സാമിൽ നോക്കുമ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ക്വസ്റ്റ്യനാണ് ഈ കറണ്ട് അഫെയർസ് എന്ന് വന്നിട്ടുണ്ടായിരുന്നതെന്ന്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അവർ സിലബസ് എങ്ങനെയായിരിക്കണം എന്നൊന്ന് അനലൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പാർട്ട് 5 20 മാർക്കിനാണ് കൊടുത്തിട്ടുള്ളത്. ജനറൽ നോളജ്, കറണ്ട് അഫെയർസ് ആൻഡ് റിനേസൻസ് ഇൻ കേരള. അപ്പോൾ അതിൽ റിനേസൻസ് ഇൻ കേരള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് കീഴിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷ 2025 ജൂലൈ 9 നടക്കാനിരിക്കുകയാണ്. കാറ്റഗറി നമ്പർ 741/2024 ആയ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് 2025 മെയ് 11 വരെ കൺഫർമേഷൻ കൊടുക്കാനായിട്ടും സാധിക്കും. ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ. വളരെ എഫക്റ്റീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്കും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാം. അതിനായി ടെക് PSC സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് തീവ്ര പരിശീലന ഓൺലൈൻ ക്രാഷ് കോഴ്സ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസുകൾ, ലൈവ് ക്ലാസുകളും റെക്കോർഡ് സെഷൻസും നിങ്ങൾക്ക് ടെക് PSC ആപ്പിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കും. അതോടൊപ്പം ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ PDF ഫോർമാറ്റിൽ ലഭിച്ചുകൊണ്ടിരിക്കും. ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസ്, ടോപ്പിക് വൈസ് എക്സാംസ്, ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ എന്നിവയും ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകതയാണ്. ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനും എക്സാം തീയതി വരെയും അവസരങ്ങൾ ഉണ്ടായിരിക്കും. ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി എക്സാം തീയതി വരെയുമാണ്. ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിജയം ഉറപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നവരുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. നമ്മൾ ലാസ്റ്റ് എക്സാം നോക്കുവാണെങ്കിൽ ഈ റിനേസൻസിൽ തന്നെ ഏകദേശം ഒരു 11 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ബാക്കി 9 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ ഒരു ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫെയർസ് എന്ന് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ആ 9 മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണോ? അതെ. കാരണം എന്താണ്, ഈ 9 മാർക്ക് മതി നമ്മുടെ റാങ്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട്. പക്ഷേ ഈ 9 മാർക്ക് മാത്രം കിട്ടിയതുകൊണ്ട് നമുക്ക് ഈ ഒരു എക്സാമിന് റാങ്ക് കൂടാൻ പാടില്ല എന്നൊരു വിചാരം നമ്മുടെ എക്സാമിനർക്കുള്ളത് കൊണ്ട് നല്ല കട്ടിയായിട്ട് തന്നെയാണ് ഈ ഒരു കറണ്ട് അഫെയർസ് അവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സ്ട്രാറ്റജി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് മാത്രമാണ് നമ്മുടെ മുൻപിലുള്ള ഏക ഉപായം. അപ്പോൾ നമുക്ക് ഈ ഒരു ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫെയർസിൽ ഇവർ തന്നിട്ടുള്ള PSC തന്നിട്ടുള്ള സിലബസ് എന്താണെന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതാണ് ഫസ്റ്റ് പറയുന്നത്. ഓക്കെ, സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമ്മൾ ഏതൊരു ജനറൽ GK ആൻഡ് കറണ്ട് അഫെയർസ് നോക്കുകയാണെങ്കിലും അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലേ? ഭരണഘടനയും അതിൻ്റെ പ്രിയാമ്പിള്, അതിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്തൊക്കെയാണ്. അപ്പോൾ അവിടുന്ന് കുറേ ആർട്ടിക്കിൾസ് പറയുന്നുണ്ട്. അതിൽ ചില ആർട്ടിക്കിൾസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ആർട്ടിക്കിൾസ്, ചില ആർട്ടിക്കിൾസിനെ പറ്റിയിട്ട് റിപ്പീറ്റേറ്റീവ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ് അവൈലബിൾ എങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ട് കറണ്ട് അഫെയർസ് ഉള്ള വേറെ ഏതൊക്കെ എക്സാംസിന് കറണ്ട് അഫെയർസ് ചോദിച്ചിട്ടുണ്ട്, ആ കറണ്ട് അഫെയർസിൽ എന്തൊക്കെ ഏരിയാസാണ് കൂടുതലും ടച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ഒരു സിലബസ് നോക്കി പഠിക്കാനായിട്ട്. അപ്പോൾ സേലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുവാണെങ്കിൽ അതിൽ പ്രിയാമ്പിൾ, ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ആൻഡ് ഇറ്റ്സ് പ്ലേസ് ഇൻ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രിയാമ്പിളിനെ പറ്റിയിട്ട് ലാസ്റ്റ് എക്സാമിന് 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത്. ഇതിൽ കൂടുതലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ് വരുന്നത്.
ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ആകുമ്പോൾ എക്സാമിനർക്കുള്ള അഡ്വാൻറ്റേജ് എന്ത് പറഞ്ഞാൽ നമുക്ക് ട്രിക്കി ആയിട്ടായിരിക്കും അവർ ഓപ്ഷൻസ് കൊടുക്കുക. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കില്ല നമുക്ക് കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്നത്. ഇവർ കൊടുക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ഇത് ഏതായിരിക്കും 1 and 2, 3 and 4, only 1 ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ഡൗട്ട് വരാം. നമുക്കറിയാമെങ്കിൽ കൂടി ഒരു ഡൗട്ട് വരാം. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഫസ്റ്റ് നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടുള്ള നോട്ട്സ്, ഇപ്പോൾ ക്ലാസ് നോട്ട്സ് ആണെങ്കിൽ നിങ്ങൾ നോട്ട്സ് പഠിക്കുക. അല്ല നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഓൺലൈൻ PDF നിന്നാണ് പഠിക്കുന്നതെങ്കിൽ ഏതൊരു സിലബസും ആയിക്കോട്ടെ, നിങ്ങൾ ആ ഒരു ടോപ്പിക് എടുക്കുന്ന സമയത്ത് ആ ഒരു ടോപ്പിക്സിൽ നിന്നുള്ള എല്ലാ കണ്ടൻസും നിങ്ങൾ തിയറി വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പോയിൻറ്റ്സ് നിങ്ങൾ എഴുതി വെക്കുക, ഇത് റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ മോക്ക് ടെസ്റ്റിൻ്റെ ഒക്കെ സമയത്ത് ഈ റിവൈസ് ചെയ്ത് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന പോയിൻറ്റ്സ് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്ത് പോയാൽ അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു റിവിഷൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പല ആർട്ടിക്കിൾസിൽ അമെൻമെൻറ്റ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മറന്നു പോവാതെ എക്സാമിന് ഓർമ്മ വരും. ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നോക്കുകയാണെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കുണ്ട്. ഇപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിനെ പറ്റിയിട്ടൊരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് എക്സാമിനുണ്ടായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിരുന്നു. ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. റിലേഷൻ ബിറ്റ്വീൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആൻഡ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഇതാണ് സേലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആദ്യ ഭാഗം. പിന്നീട് ഇതുകൂടാതെ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി ബോത്ത് അറ്റ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ലെവൽ. ഇപ്പോൾ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ലെവലിൽ ഉള്ള അതോറിറ്റീസ് അവർക്ക് വരുന്ന പവേഴ്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ റെസിഡ്വറി പവേഴ്സ് എന്ന് പറഞ്ഞ് ഒരു അതിനെ റിലേറ്റഡ് റെസിഡ്വറി പവേഴ്സിനെ പറ്റിയിട്ടൊരു ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് യൂണിയൻ ആണോ സ്റ്റേറ്റ് ആണോ, ആരാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്? ആൻഡ് അതർ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓരോ സിലബസിൻ്റെ ഓരോ ലൈനിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നല്ലപോലെ അനലൈസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു കാരണവശാലും വിടാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതിനുശേഷം മാത്രമാണ് നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത്. നെക്സ്റ്റ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്, ലെജിസ്ലേറ്റീവ്, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ. സർവീസസ് അണ്ടർ ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്. എന്തൊക്കെ സർവീസസ് ആണ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് കൊടുക്കുന്നത്? എമർജൻസി പ്രൊവിഷൻസ് എന്തൊക്കെയാണ്? അമെൻമെൻറ്റ് പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അമെൻമെൻറ്റ്സും നമ്മൾ ഈ റെഡിൽ ഇടേണ്ടതായിരുന്നു. അമെൻമെൻറ്റ് പ്രൊവിഷൻസ്, ഈ 42nd അമെൻമെൻറ്റിനെ പറ്റിയിട്ടൊരു വളരെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു കളി തന്നെ നമ്മുടെ ലാസ്റ്റ് എക്സാം നടന്നിട്ടുണ്ട്. 42nd അമെൻമെൻറ്റിനെ പറ്റിയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ തന്നെ 2 ക്വസ്റ്റ്യൻ ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അമെൻമെൻറ്റ് എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നമ്മൾ ഈ പ്രീവിയസ് ഇയറിൽ കണ്ട ആ ഒരു അമെൻമെൻ്റ് ആണ് നിങ്ങൾ ഉറപ്പായിട്ടും അത് ഫുള്ള് പഠിക്കുക. അതിൽ നിന്ന് നമുക്ക് വീണ്ടും റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ടോപ്പിക്ക് നമ്മുടെ സേലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻസ് ആൻഡ് പ്രോഗ്രാംസ്. ഇതും ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചോദിച്ച അതേ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ കുറവ് കാണത്തുള്ളൂ. സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻ ആൻഡ് പ്രോഗ്രാം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, സോഷ്യൽ സർവീസ് ലെജിസ്ലേഷൻസിലാണത് വരുന്നത്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് വുമൻ ആൻഡ് ചിൽഡ്രൻ, ഫുഡ് സെക്യൂരിറ്റി ആക്ട്, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്, എൻവയോൺമെൻറ്റൽ ആക്ട്സ് എക്സെട്ര. അപ്പോൾ ഇത് കൂടാതെ ഈ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിനെ പറ്റിയിട്ട് ഒരു ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് വുമൻ ആൻഡ് ചിൽഡ്രൻ. ഇപ്പോൾ ഏതൊക്കെ സ്കീംസ് ആണ്? ഇപ്പോൾ PMAGY, ICDS, ഇങ്ങനെ ധാരാളം സ്കീംസ് നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്കീംസ്, അതിൻ്റെ പ്രോഗ്രാംസ്, അതിൻ്റെ ഇയർ, ഇതാരാണ് കൊണ്ടുവന്നത്, ഇത് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ബെനിഫിഷ്യറീസ് ആരൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ഒരു ഏരിയ നമ്മൾ നല്ല രീതിയിൽ കുറച്ച് ഏറെ സ്കീംസും കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കറണ്ട് അഫെയേഴ്സും നമുക്ക് ഉണ്ടല്ലേ. അപ്പോൾ കറണ്ട് അഫെയേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഈ കറണ്ട് അഫെയേഴ്സ് ആൻഡ് ദി സ്കീംസ് കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യനും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സ്കീംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങൾ എടുത്തിട്ട് അത് പഠിക്കുക. അതിൻ്റെ ഇയർ, അതിൻ്റെ ബെനിഫിഷ്യറി, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് സ്പോൺസർഷിപ്പ്, അതിൻ്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കുറച്ച് ഹൈ ലെവൽ ആയിട്ടുള്ള കറണ്ട് അഫെയർസ് തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക.
ഈ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് ലൈക്ക് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, ഓർഗൻ ആൻഡ് ബ്ലഡ് ഡൊണേഷൻ. ഇതിൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാമിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, MGNREA. അതിൽ നിന്ന് ഡയറക്റ്റ് എത്ര ദിവസമാണ് അതിൻ്റെ, എത്ര ഡേയ്സ് ആണ് അതിൻ്റെ ആ ഒരു പ്രോഗ്രാം നടപ്പിലാക്കുന്നത്, ഏത് ഏജ് ഗ്രൂപ്പാണ്, ആരാണ് അതിൻ്റെ ബെനിഫിഷ്യറി, ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അതിൽ നിന്ന് പഠിക്കുക. ഓക്കെ, എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി റെഡിൽ മാർക്ക് ചെയ്ത് ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കുക. ഈ റെഡിൽ മാർക്ക് ചെയ്യാൻ വിട്ടുപോയത് ഈ പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആൻഡ് അമെൻമെൻറ്റ്സ് ആണ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ കൂടെ ഇത് നമ്മൾ റെഡിൽ മാർക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് അത് മാത്രം പഠിക്കാനല്ല, ബാക്കിയുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ചത് മാത്രമാണ് ഈ റെഡിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി കറണ്ട് അഫയേഴ്സിലേക്ക്, ഈ ഓർഗൻ ആൻഡ് ബ്ലഡ് ഡൊണേഷനിൽ നിന്ന് ലാസ്റ്റ് ഇയറിൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ നമുക്കതും വിട്ടുകളയാനായിട്ട് സാധിക്കില്ല. കറണ്ട് അഫയേഴ്സിലേക്ക് വരുമ്പോൾ, കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു 2 വേർഡ്സായിട്ട് അവിടെ ഇങ്ങനെ കിടക്കുക. പക്ഷേ കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണോ? അതെ. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും സോഷ്യൽ വെൽഫെയർ നിന്നും ചോദിക്കുന്ന മിക്സപ്പ് ചെയ്തിട്ട് നമുക്ക് കറണ്ട് അഫയേഴ്സ് വരാം. അപ്പോൾ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ട കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സ്, എന്തെങ്കിലും അപ്പോയിൻമെൻറ്റ്സ് ലാസ്റ്റ് 4 to 6 months ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് 1 year ഒന്നും നോക്കാനുള്ള ടൈം നമുക്കില്ല. അപ്പം ഈ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ട് വളരെ വേഗം അപ്രോച്ച് ചെയ്യുന്ന ഡേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 4 monthsലെങ്കിലും കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഉറപ്പായിട്ടും വായിക്കുക. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും സോഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സസ് ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അത് യൂട്യൂബിൽ ധാരാളം കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സസ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് ഓൺലൈനായിട്ട് ധാരാളം PDFs അവൈലബിൾ ആണ്. കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, ഡെയിലി കറണ്ട് അഫയേഴ്സ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എക്സാം ഡേറ്റ് അപ്രോച്ചിങ് ആയതുകൊണ്ട് ഡെയിലി കറണ്ട് അഫയേഴ്സ് നോക്കാനുള്ള സമയം നിങ്ങൾക്ക് കാണില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മന്ത്ലി കറണ്ട് അഫയേഴ്സിൻ്റെ PDFs അവൈലബിൾ ആണെങ്കിൽ അത് കളക്ട് ചെയ്തിട്ട് അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, പ്രിപ്പയർ ചെയ്തിട്ട് ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ തറവാക്കി വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രീവിയസിൽ ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ നോക്കാൻ. ഇമ്പോർട്ടൻ്റ് അപ്പോയിൻമെൻറ്റ്സ്, ഓണേഴ്സ് ആൻഡ് അവാർഡ്സ്, അതേപോലെ ഇമ്പോർട്ടൻ്റ് ഡേയ്സ്, എന്തെങ്കിലും കോൺഫറൻസ്, ഇവൻറ്റ്സ് ആൻഡ് സമ്മിറ്റ്സ് നടന്നിട്ടുണ്ടോ ഈ ലാസ്റ്റ് 4 months. അതേപോലെ എക്കണോമിക് ആൻഡ് ബാങ്കിങ് അവെയർനെസ്, ഇമ്പോർട്ടൻ്റ് എക്കണോമിക് ആൻഡ് ബാങ്കിങ് അവെയർനെസ് ഈ ഒരു എക്സാമിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഗ്രേഡ് 2ൻ്റെ സിലബസ്, നമ്മൾ മെയിൻ സിലബസ് ഈ 80 marksൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ അതിൽ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ എക്കണോമിക്സ് ആൻഡ് ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക. ഇനി പിന്നീട് വരുമ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഉണ്ടോ, ഗവൺമെൻറ് സ്കീംസ് ആൻഡ് പോളിസി, അത് നമ്മൾ സോഷ്യൽ വെൽഫെയർ സ്കീംസിൻ്റെ അകത്തിൽ കറണ്ട് അഫയേഴ്സ് പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ലേ, ഗവൺമെൻറ് സ്കീംസ് ആൻഡ് പോളിസീസ് ഈ ലാസ്റ്റ് 4 to 6 months ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടോ, ഉള്ളത് എന്ത് ചെയ്യുക, ഇയർ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് എന്ത് ഇത് റിവൈസ് ചെയ്യുക. കറണ്ട് അഫയേഴ്സ് ഒരിക്കലും നിങ്ങൾ വായിച്ചു പോവരുത്. വായിക്കുന്ന കൂട്ടത്തിൽ അത് എഴുതി വെച്ചിട്ട് നിങ്ങളത് റിവൈസ് ചെയ്യുക. ഒരിക്കലും നമുക്കത് വായിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. ഒന്നാമതേ നിങ്ങൾക്കിപ്പോൾ പാറ്റേൺ മാറിയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലാണ് ചോദിക്കുന്നത്. അതുമാത്രമല്ല നമുക്ക് ഈ റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആണെങ്കിലും നമ്മൾ ആ ഒരു റിവൈസ് ചെയ്ത പോയിന്റ്സ് നമ്മുടെ കൂടെ വെച്ചിരുന്നിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാത്തതൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കി റിവൈസ് ചെയ്യുമ്പോഴാണ് ആ ഒരു കൺസെപ്റ്റ് നമുക്ക് തറവാകുന്നത്. ഇനി ഡിഫൻസ് കറണ്ട് അഫയേഴ്സ്, എന്തെങ്കിലും മെമ്മോറാൻഡം ആൻഡ് എഗ്രിമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടോ, ആൻഡ് സ്പോർട്സ് കറണ്ട് അഫയേഴ്സ്. ഇതൊക്കെ നമ്മൾ ജനറൽ ആയിട്ടൊരു കറണ്ട് അഫയേഴ്സിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അതിൽ തന്നെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ടോപ്പിക്സ് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ സിലബസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ആ ഒരു കറണ്ട് അഫയേഴ്സ് നിങ്ങൾ മിസ് ചെയ്യരുത്. അതുകൂടാതെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച് കണ്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ പോർഷനും നിങ്ങൾ മിസ് ചെയ്യരുത്. ഓക്കെ, ഇപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്രയും കാര്യങ്ങളാണ്. ഇനി കറണ്ട് അഫയേഴ്സിന് നിങ്ങൾക്ക് എന്തൊക്കെ സോഴ്സസ് ആണ് നിങ്ങൾക്ക് സ്വീകരിക്കാനായിട്ട് പറ്റുക. നമ്മുടെ ടെക് PSCയുടെ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കറണ്ട് അഫയേഴ്സിൻ്റെ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടാതെ നമ്മൾ ധാരാളം കറണ്ട് അഫയേഴ്സിൻ്റെ PDFs പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ആപ്പിൽ. അപ്പോൾ
നിങ്ങൾക്ക് ആ ഒരു സോഴ്സസ് നിങ്ങൾക്ക് സ്വീകരിക്കുക. അപ്പോൾ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചു പോകാൻ പറ്റും. ഇനി നിങ്ങൾക്ക് കുറച്ച് ഡെപ്തിൽ പഠിക്കണം, അല്ല എനിക്ക് കറണ്ട് അഫയേഴ്സിന് 1 മാർക്ക് പോലും പോകാൻ പാടില്ല, നിങ്ങൾക്ക് ഫുൾ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന കുറച്ച് സോഴ്സസ് ആണ് എക്കണോമിക് ടൈംസ്. നിങ്ങൾ എക്കണോമിക്സ് നിങ്ങൾക്ക് സിലബസ് ഉള്ളത് കൊണ്ട് തന്നെ എക്കണോമിക് ടൈംസിൽ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു എക്സാമിനെ സംബന്ധിച്ച് എക്കണോമിക് ടൈംസിലുള്ള കറണ്ട് അഫയേഴ്സ് കുറച്ചുകൂടെ ചാൻസ് ആണ് നമുക്ക് ചോദിക്കാനായിട്ട്. ദ ഹിന്ദു ന്യൂസ് പേപ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എമംഗ് ഓൾ ദ കറണ്ട് അഫയേഴ്സ് സെഷൻസിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതാണ് ദ ഹിന്ദു ന്യൂസ് പേപ്പർ ആൻഡ് ഇന്ത്യൻ എക്സ്പ്രസ്. ടൈംസ് ഓഫ് ഇന്ത്യയും നിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന മറ്റൊരു കറണ്ട് അഫയേഴ്സ് സോഴ്സാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കറണ്ട് അഫയേഴ്സ് നമ്മൾ വായിക്കുമ്പോൾ പേപ്പർ നമ്മൾ വായിക്കുന്ന സമയത്ത് കുറച്ച് ടൈം നമ്മൾ അതിന് കൊടുക്കണം. പക്ഷേ ആ ടൈം കൊടുക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ള ഗുണവും ഉണ്ട്. അതേസമയം നമ്മളൊരു നോട്ട് അല്ലെങ്കിൽ ഒരു PDF വായിക്കുകയാണെങ്കിൽ ഈ വായിച്ച് അതിൽ നിന്ന് കൺസൈസ് ആയിട്ടായിരിക്കും നമ്മൾ ആ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ ടൈമിൽ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളുടെ ഒരു കംഫർട്ട് അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇനി ചിലർക്കുണ്ട് നമുക്ക് ഈ കൺസൈസ് ആയിട്ട് കൊടുക്കുന്നത് വായിച്ചാൽ മനസ്സിലാവില്ല, നമുക്ക് ആ ഒരു ന്യൂസ് പേപ്പറിൽ നിന്ന് തന്നെ വായിച്ചാലേ തലയിൽ നിൽക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, ഈ ന്യൂസ് പേപ്പറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ടൈം കണ്ടെത്തി ബാക്കിയുള്ള പോർഷൻസ് നിങ്ങൾ ഏകദേശം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഇനിയുള്ള ടൈമെങ്കിൽ നിങ്ങൾ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം മാറ്റി വെക്കുക, ബാക്കിയുള്ളത് റിവിഷൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ടൈം ഡിവൈഡ് ചെയ്തിട്ട് ഇനിയുള്ള ദിവസങ്ങൾ ഉപയോഗിക്കുക. ഇനി ഓൺലൈൻ സോഴ്സസ് ഓഫ് കറണ്ട് അഫയേഴ്സ് ആണ് അഫയേഴ്സ് ക്ലൗഡ്. കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ആപ്പാണ് ഈ അഫയേഴ്സ് ക്ലൗഡ്, GK ടുഡേ. ഇതിന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കറണ്ട് അഫയേഴ്സ് സോഴ്സസ് നിങ്ങൾക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും സോഴ്സുകളാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ഇതുകൂടാതെ ധാരാളം സോഴ്സുകൾ നിങ്ങൾക്ക് ഗൂഗിളിൽ കിട്ടും. അപ്പോൾ എന്താണെങ്കിലും ഇനി ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മുടെ ക്ലാസ്സസ് കാണുക, അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സോഴ്സസിൽ ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മൾട്ടിപ്പിൾ സോഴ്സസിലൊക്കെ പോകാതിരിക്കുക, ഇനി നമുക്ക് അതിനുള്ള സമയം വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഈ ഒരു സിലബസ് നമ്മൾ ഏകദേശം ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ഇത്രയാണ് നമുക്ക് ഉള്ള സിലബസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതൊന്ന് കാണാം. അപ്പോൾ അതിൻ്റെ ആൻസറും എക്സ്പ്ലനേഷനും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഈ ഒരു ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. Which one of the fundamental rights according to Ambedkar as heart and soul of the Indian Constitution? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹാർട്ട് ആൻഡ് സോൾ എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഈ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ് തന്നിട്ടുള്ളത് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റൈറ്റ് ടു ഇക്വാലിറ്റി. അപ്പോൾ ഇതിൽ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അക്കോർഡിംഗ് ടു അംബേദ്കർ എന്ന് പറയുന്നത് ഏതാണ്? ഇപ്പോൾ റൈറ്റ് ടു ഏതാണ്? റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആണോ, റൈറ്റ് ടു ഇക്വാലിറ്റി ആണോ, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണോ? ഇതിലേതാണ് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനായി കണക്കാക്കപ്പെടുന്നത്? ഇതിൻ്റെ ആൻസർ വരുന്നത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. ഓക്കെ, ഓപ്ഷൻ ബി റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെയാണ് നമ്മൾ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് കണക്കാക്കപ്പെടുന്നത് അക്കോർഡിംഗ് ടു അംബേദ്കർ. അപ്പം BR അംബേദ്കർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഇത് ആർട്ടിക്കിൾ 32 to 35 ഇതിനെ പറ്റിയിട്ട് പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു റൈറ്റിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ these rights allow citizens to approach the Supreme Court or High Court if their fundamental rights are violated. ഏതൊരു വ്യക്തിയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് സുപ്രീം കോർട്ടിനെയോ ഹൈക്കോർട്ടിനെയോ അപ്രോച്ച് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഈ ഒരു കാര്യമാണ് നമ്മുടെ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ 32 to 35 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രതിപാദിക്കുന്ന കാര്യം. ഓക്കെ, അപ്പം ഇതിനെയാണ് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ഇനിയും ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം. ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഏത് ആർട്ടിക്കിളിലാണ് പ്രതിപാദിക്കുന്നത്, ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. അല്ലെങ്കിൽ അതിന് എന്തെന്നാണ് പറയപ്പെടുന്നത്, ഹാർട്ട് ആൻഡ് സോൾ. അപ്പോൾ അത് പല രീതിയിൽ ഓപ്ഷൻസ് മാറ്റി കൊടുക്കാം. അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തൊക്കെയായിരുന്നു? റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. വൈൽ ക്രൂഷ്യൽ, ആ ഒരു റൈറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
റൈറ്റ് ആണ്. പക്ഷേ ദ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി വിച്ച് ഇസ് സെഡ് ഇൻ ദ ആർട്ടിക്കിൾ 21 ഈസ് നോട്ട് സ്പെസിഫിക്കലി ഡിസ്ക്രൈബ്ഡ് ബൈ അംബേദ്കർ ആസ് ദ ഹാർട്ട് ആൻഡ് സോൾ. അംബേദ്കർ ഹാർട്ട് ആൻഡ് സോൾ എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്റ് ഇതാണോ? അല്ല, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു റൈറ്റ് ആണ്. ആർട്ടിക്കിൾ 21 ഈ ഒരു റൈറ്റിനെ പറ്റിയിട്ട് പറയുന്നത്. ദ സുപ്രീം കോർട്ട് ഹാസ് ഡിസ്ക്രൈബ്ഡ് ദിസ് റൈറ്റ് ആസ് ഹാർട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പോൾ ഈ ആക്ടിന് മറ്റൊരു പ്രത്യേകത, ഈ റൈറ്റിന് മറ്റൊരു പ്രത്യേകതയുള്ളത്, ഇതിനെ സുപ്രീം കോർട്ട് ഹാർട്ട് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടുകൂടെ കൺഫ്യൂസ് ആയി പോകരുത്. ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ അംബേദ്കർ ഈസ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി. സുപ്രീം കോർട്ട് ഡിസ്ക്രൈബ് ചെയ്തതനുസരിച്ചിട്ട് ഹാർട്ട് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയപ്പെടുന്നത് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആണ്. ഇനി ബാക്കിയുള്ള 2 ഓപ്ഷൻസ് നോക്കാം. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഈ ഒരു റൈറ്റ് ആർട്ടിക്കിൾ 23 to 24 പറയുന്നതാണ്. വിച്ച് പ്രൊഹിബിറ്റ്സ് ഫോഴ്സ്ഡ് ലേബർ ആൻഡ് അതർ ഫോംസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ. ഫോഴ്സ്ഡ് ലേബറിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്ന റൈറ്റ് ആണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അംബേദ്കറിനെ സംബന്ധിച്ച് അദ്ദേഹം ഹാർട്ട് ആൻഡ് സോൾ എന്ന് പറഞ്ഞ റൈറ്റ് ഈ റൈറ്റ് അല്ല. ഇനി റൈറ്റ് ടു ഇക്വാലിറ്റിയിലേക്ക് വരുമ്പോൾ, ഇക്വാലിറ്റി ബിഫോർ ദ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ്. ഈ ഒരു റൈറ്റ് ആർട്ടിക്കിൾ 14 പറയുന്നത്. ഇറ്റ് ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റൈറ്റും എന്ത് തന്നെയാണ്, നമ്മുടെ ഹാർട്ട് ആൻഡ് സോൾ എന്ന് അംബേദ്കർ പറഞ്ഞ റൈറ്റിൻ്റെ കൂട്ടത്തിലില്ല. ഓക്കെ, ദ അംബേദ്കർ ഫോക്കസ് വാസ് സ്പെസിഫിക്കലി ഓൺ ദ റൈറ്റ് ടു സീക്ക് റിഡ്രസ് ഫോർ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേഷൻ വിച്ച് ഇസ് എൻഷ്രൈൻഡ് ഇൻ ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 പ്രതിപാദിച്ചിട്ടുള്ള ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിലായിരുന്നു അംബേദ്കറിൻ്റെ ഫോക്കസ്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള 4 ഓപ്ഷനിലെ റൈറ്റ്സ്, അതിൻ്റെ ആർട്ടിക്കിൾ പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള റൈറ്റ്സ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മിസ് ചെയ്യാതെ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. സ്റ്റേറ്റ്മെൻറ്റ് എ, ഇൻ ഇന്ത്യൻ ഫെഡറലിസം ദ യൂണിയൻ ലെജിസ്ലേച്ചർ എലോൺ enjoys the residuary powers. Statement B, in Indian federalism both union legislature and state legislature enjoys the residuary powers. So ഇതിൽ select the correct answer. A, statement A is correct and B is incorrect. Both statements are correct. Statement B is correct and A is incorrect. Both statements are incorrect. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ വളരെ സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ആണ് അല്ലേ. ഇൻ ഇന്ത്യൻ ഫെഡറലിസം ദ യൂണിയൻ ലെജിസ്ലേച്ചർ എലോൺ എൻജോയ്സ് ദ റെസിഡ്വറി പവേഴ്സ്. അപ്പോൾ യൂണിയൻ ആണോ സ്റ്റേറ്റ് ആണോ ഇന്ത്യൻ ഫെഡറലിസത്തിൽ റെസിഡ്വറി പവേഴ്സ്, അതായത് ഭരണഘടനയുടെ ഒരു വിഷയത്തിലും പരാമർശിക്കാത്ത അധികാരങ്ങളെയാണ് നമ്മൾ റെസിഡ്വറി പവേഴ്സ് എന്ന് പറയുന്നത്. അതായത് സ്റ്റേറ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്, ഈ 2 ലിസ്റ്റുകളിലും പ്രതിപാദിക്കപ്പെടാത്ത പവേഴ്സിനെയാണ് റെസിഡ്വറി പവേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഈ റെസിഡ്വറി പവേഴ്സ് ആരുടെ അധീനതയിൽ, അല്ലെങ്കിൽ ആർക്കാണ് അതിനെ ആ ഒരു പവർ എൻജോയ് ചെയ്യാനുള്ള അധികാരമുള്ളത്, അതോറിറ്റി ഉള്ളത്? ആർക്കാണ്? യൂണിയൻ ലെജിസ്ലേച്ചറിനും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനും രണ്ടിനും ഉണ്ടോ അതോ യൂണിയന് മാത്രമാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എയിൽ പറയുന്നത് യൂണിയൻ ലെജിസ്ലേച്ചർ എലോൺ എൻജോയ്സ് എന്നുള്ളതാണ്. ബിയിൽ പറയുന്നത് യൂണിയനും സ്റ്റേറ്റും ഒരേപോലെ ഇതിന് പവർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് എ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് എ മാത്രമാണ് കറക്റ്റ്, ബി കറക്റ്റ് അല്ല. ഓക്കെ, അപ്പോൾ യൂണിയൻ ലെജിസ്ലേച്ചറിന് മാത്രമാണ് ഈ ഒരു പവർ. അതായത് ഇൻ ഇന്ത്യൻ ഫെഡറലിസം ഓൺലി ദ യൂണിയൻ ലെജിസ്ലേച്ചർ പാർലമെന്റ് പൊസസ് ദ റെസിഡ്വറി പവേഴ്സ്, മീനിങ് they have the authority to legislate on matters that not explicitly covered under the state or concurrent list. സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും പ്രതിപാദിക്കപ്പെടാത്ത കാര്യങ്ങൾ, ആ ഒരു മാറ്റേഴ്സിനെ പറ്റിയിട്ടുള്ള പവേഴ്സ്, അതായത് റെസിഡ്വറി പവേഴ്സ്, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളിൽ പവർ ഉള്ളത് ആർക്കാണ്? യൂണിയൻ ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ പാർലമെന്റിലാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഈസ് ട്രൂ? അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ പറ്റിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഇതിലേതാണ്? ഫസ്റ്റ് വൺ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ നോൺ ജസ്റ്റിഷ്യബിൾ റൈറ്റ്സ്. 2, promotion of international peace. 3, uniform civil code.
റൈറ്റ് ടു ഫുഡ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഇതിലേതൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്, പറയാത്തത്, ഇതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഓപ്ഷൻസിൽ 1 only, B 1, 2 and 3, C 1, 3 and 4 and D 1 and 4. ഇതിലേതായിരിക്കും? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ നോൺ ജസ്റ്റിഷ്യബിൾ റൈറ്റ്സ്. അതായത് ന്യായീകരിക്കാൻ പറ്റാത്ത റൈറ്റ്സ് ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നുണ്ട്. പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ പീസ് എന്ന് പറയുന്നുണ്ട്. ഇൻ്റർനാഷണൽ നാഷൻസ് തമ്മിലുള്ള ഒരു ഒത്തൊരുമ, അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു പറയുന്നുണ്ട്. യൂണിഫോം സിവിൽ കോഡ്. യൂണിഫോം സിവിൽ കോഡ് എന്താണ്? എല്ലാ മനുഷ്യർക്കും കാസ്റ്റ് അല്ല റിലീജിയൻ കൂടാതെ ഒരു ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ എന്നുള്ള ഒരു യൂണിഫോം, എല്ലാവർക്കും ഒരൊറ്റ നിയമം എന്നുള്ളതാണ് യൂണിഫോം സിവിൽ കോഡ്. റൈറ്റ് ടു ഫുഡ്, ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ട്രൂ ആയിട്ടുള്ളത് 1, 2 and 3 ആണ്. ഓക്കെ, ഇപ്പോൾ റൈറ്റ് ടു ഫുഡ് മാത്രം ഈ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറയുന്ന കാര്യമല്ല. അപ്പോൾ എക്സ്പ്ലനേഷൻ നോക്കാം. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ നോൺ ജസ്റ്റിഷ്യബിൾ റൈറ്റ്സ്. അതായത് കോർട്ടിന് ഇത് എൻഫോഴ്സ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഇല്ല. അതായത് ന്യായീകരിക്കപ്പെടാത്ത റൈറ്റ്സിനെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ നമുക്ക് ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിനെ ന്യായീകരിക്കാൻ പറ്റാത്ത റൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതൊരു നിർദ്ദേശങ്ങളാണ്. കോടതി മുമ്പാകെ ഈ ഒരു അവകാശങ്ങൾ ന്യായമാണ്, പക്ഷേ ഗവൺമെൻറ്റിന് കുറച്ചൊരു നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന രീതിയിലാണ് ഈ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് വരുന്നത്. അപ്പോൾ അതിനെ ദേ ആർ നോട്ട് ജസ്റ്റിഷ്യബിൾ റൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ പീസ്, ഇതും ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിൽ പറയുന്നതാണ്. This is explicitly mentioned as a directive principle in the Constitution aiming to maintain just and honorable relation between nations. നേഷൻസ് തമ്മിലുള്ള ഒരു ഓണറബിൾ റിലേഷൻ കീപ്പ് ചെയ്യണം. യൂണിഫോം സിവിൽ കോഡ് DPSP includes a provision for the state to strive to establish a uniform civil code for all citizens. ലാസ്റ്റ് ഓപ്ഷനിൽ പറയുന്നത് റൈറ്റ് ടു ഫുഡാണ്. റൈറ്റ് ടു ഫുഡ് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇഷ്യൂവിൽ പെടുന്ന ഒരു കാര്യമാണെങ്കിൽ കൂടി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ റൈറ്റ് ടു ഫുഡിനെ പറ്റിയിട്ട് പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ 4 മാത്രം കറക്റ്റ് അല്ല. അപ്പോൾ 1, 2 and 3 ആർ കറക്റ്റ്. അപ്പോൾ ആൻസർ ഏതാണ്? B ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറയുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഇനിയും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. 4th ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ആർ കറക്റ്റ്ലി മാച്ച്ഡ്? ഓപ്ഷൻ 1 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് മാച്ച്ഡ് വിത്ത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. അതേപോലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് പാർട്ട് 3 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഓൾ ഇന്ത്യ സർവീസ്, ആർട്ടിക്കിൾ 368 അമെൻമെൻറ്റ് പ്രൊസീജിയർ. അപ്പോൾ ഇതിൽ മാച്ച് ചെയ്തിട്ടില്ല, കറക്റ്റ്ലി മാച്ച് ചെയ്തിട്ടുള്ളത് മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ 1, 2 and 3, ഓപ്ഷൻ 3 and 4, 1, 2 and 4, 2 and 3. അപ്പോൾ ഇതിൽ മാച്ച് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 1, 2 and 4 ആണ്. 3 മാത്രം ഇന്ത്യൻ ഫോറിൻ സർവീസ് ഓൾ ഇന്ത്യ സർവീസുമായിട്ട് മാച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഓപ്ഷനാണ് ഇതിൽ മിസ്റ്റേക്ക് ആയിട്ടുള്ളത്. ബാക്കി 3ഉം കറക്റ്റാണ്. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൽ നോക്കുകയാണെങ്കിൽ അത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുമായിട്ട് കണക്റ്റ് ആണ്. കാര്യം എന്താണ്? ഇറ്റ് ഈസ് ആഡഡ് ദ സെക്ഷൻ ഓൺ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെ ഒരു സെക്ഷനായിട്ടാണ് ഇത് ആഡ് ചെയ്തിട്ടുള്ളത്. സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ 51A. ഓക്കെ, അപ്പം 51A ഈ ഒരു 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിലാണ് അത് ആഡ് ചെയ്തത്, അതുകൊണ്ടാണ് അത് തമ്മിൽ മാച്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പാർട്ട് 3 മാച്ച് ചെയ്തിട്ടുള്ളത്, ഇതും കറക്റ്റാണ്. പാർട്ട് 3 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റിയിട്ട് പറയുന്നത് പാർട്ട് 3 ഇനി ആർട്ടിക്കിൾ 368 അമെൻമെൻറ്റ് പ്രൊസീജിയർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആർട്ടിക്കിൾ 368 നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ എങ്ങനെയാണ് ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് കൃത്യമായിട്ട് പറയുന്നത് ആർട്ടിക്കിൾ 368. അപ്പോൾ ഇത് 3ഉം കറക്റ്റാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഏതാണ്? ഇന്ത്യൻ ഫോറിൻ സർവീസ്, അത് ഓൾ ഇന്ത്യ സർവീസുമായിട്ട് ഒരിക്കലും ഡയറക്റ്റ് ലിങ്ക് ചെയ്തിട്ടില്ല. അതൊരു സ്പെസിഫിക് കാറ്റഗറിയാണ്. ഇന്ത്യൻ ഫോറിൻ സർവീസ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് കാറ്റഗറിയാണ് വിത്തിൻ ദ സിവിൽ സർവീസ്. സിവിൽ സർവീസിൽ ഒരു സ്പെസിഫിക് കാറ്റഗറിയാണ്. ഈ ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്നത് നമ്മൾ ബ്രോഡറായിട്ടൊരു ടേമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്തിൽ ഡയറക്റ്റ്ലി ആയിട്ടൊരു ലിങ്ക് ചെയ്തിട്ടുള്ളൊരു പൊസിഷൻ അല്ല ഈ ഇന്ത്യൻ ഫോറിൻ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അവിടെ തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ C ആണ് കറക്റ്റ്. അപ്പം ആ ഒരു ക്വസ്റ്റ്യനും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹു അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെമ്പർ ഓഫ് കമ്മിറ്റി ഫോർ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആൻഡ് ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ്?
അപ്പോൾ ഇതെന്താണ്, കമ്മിറ്റി അപ്പോയിൻമെൻറ്റ് ചെയ്യാനുള്ള പവറിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇന്ന പൊസിഷൻ ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്, ആരൊക്കെയാണ് ആ ഒരു കമ്മിറ്റിയിലുള്ളത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു പൊളിറ്റീനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ പ്രൈം മിനിസ്റ്റർ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ലീഡർ ഓഫ് ഒപ്പോസിഷൻ, എ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. ഈ ഒരു പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ പല എക്സാംസിനും റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ 3 എണ്ണം കറക്റ്റാണ്, ഒരെണ്ണം തെറ്റാണ്. അപ്പോൾ ആ ഒരെണ്ണം ഏത് നമുക്ക് മാറ്റി മാറ്റി കിട്ടാം ഓപ്ഷൻ. ഇപ്പോൾ ഇതിൽ പറയുന്ന തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കത്തില്ല നമുക്ക് വേറൊരു എക്സാമിന് കാണുന്നത്. അപ്പോൾ 3 എണ്ണം മാത്രമാണ് ഇതിൽ കറക്റ്റ്. ആ ഒരു 3 എണ്ണം നിങ്ങൾ പഠിച്ചു വെക്കുക. ആ 3 എണ്ണം അല്ലാതെ ബാക്കി വരുന്ന ആ ഒരു 4ാമത്തെ ഓപ്ഷൻ നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതുക. ഓക്കെ, ചിലപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യാനായിരിക്കും ഓപ്ഷനിൽ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ആ ഒരെണ്ണം ഓട് മാറ്റിയിട്ട് ബാക്കി 3ഉം കറക്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ നോട്ട് എ മെമ്പർ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നോട്ട് എ മെമ്പർ ആൻസർ ഈസ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഈ ഒരു കമ്മിറ്റിയിൽ ദ കമ്മിറ്റി ഫോർ ദ റെക്കമെൻഡേഷൻ ഓഫ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും അതേപോലെ തന്നെ ഇൻഫർമേഷൻ കമ്മീഷണേഴ്സിൻ്റെയും റെക്കമെൻഡേഷൻ നടത്തുന്നത് പ്രൈം മിനിസ്റ്റർ, ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇൻ ലോക്സഭ ആൻഡ് എ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. ഇത്രയും പേര് ചേർന്നൊരു കമ്മിറ്റിയാണ് നമ്മുടെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 3 എണ്ണം കറക്റ്റാണ്. അപ്പം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ചിലപ്പോൾ സ്പീക്കർ ഓഫ് ലോക്സഭ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ കൊടുക്കും. പക്ഷേ അതൊക്കെ തെറ്റാണ്. ഈ 3 പേരാണ് നമ്മുടെ ഈ ഒരു കമ്മിറ്റിയിലുള്ളത്. അപ്പോൾ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനെ പറ്റിയിട്ട് കുറച്ചൊന്ന് നോക്കാം. വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഇന്ത്യ. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ 2005 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്. ദിസ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ ഇസ് നോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് ഈ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷനെ പറ്റിയിട്ട് ഒരു പ്രൊവിഷനും പറയുന്നില്ല. ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് സെക്ഷൻ 12 RTI ആക്ട് 2005 പറഞ്ഞിട്ടുള്ള പ്രൊവിഷനാണത്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൽ പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റാണ് ഈ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ. അപ്പോൾ ക്വസ്റ്റ്യൻ എവിടെ നിന്നാണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വിട്ടു, നമ്മൾ എങ്ങോട്ടാണ് വന്നത്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പറയുന്നത് നമ്മുടെ സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻ ആൻഡ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ നിന്നാണ്. സോഷ്യൽ സർവീസ് ലെജിസ്ലേഷൻസ് ലൈക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈൻ അല്ലേ. അപ്പോൾ അതിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഫസ്റ്റിൽ കാണുമ്പോൾ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണോ എന്നൊക്കെ ഒരു ഡൗട്ട് വരും. ഇനി യശ്വർദ്ധൻ കുമാർ സിൻഹ ബീൻ അപ്പോയിൻറ്റഡ് ആസ് 11th സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ CSC ഓഫ് ഇന്ത്യ. അപ്പം 11th സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മുടെ യശ്വന്ത് കുമാർ സിൻഹ അതാണ്. ഓക്കെ, അപ്പോൾ അതും ഓർത്ത് വയ്ക്കുക. ദ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ഫോൾസ് അണ്ടർ മിനിസ്ട്രി ഓഫ് പേഴ്സണലിൻ്റെ അണ്ടറിലാണ് ഈ ഒരു സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ുന്നത്. ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഉജാവാല സ്കീം ഇസ് ഓർ ആർ നോട്ട് ട്രൂ? ഉജാവാല സ്കീം. അപ്പം ഉജാവാല സ്കീം നമ്മൾ ചിലപ്പോൾ ഒന്ന് വായിക്കുമ്പോൾ ഉജ്വാല അല്ലേ, ഉജ്വല എന്നൊന്ന് വായിക്കുമ്പോൾ ഉജാവാല എന്ന് തന്നെ വായിക്കുക. UJAWALA ആണ്. അപ്പോൾ ഈ ഒരു വായിക്കുന്നതിനെ പറ്റിയിട്ട് തന്നെയാണ് നമ്മുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മളെ ട്രിക്കി ആയിട്ട് തെറ്റിക്കാനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഉജ്വല ആൻഡ് ഉജാവാല ഇത് രണ്ടും തമ്മിൽ ക്ലിയർ ആയിട്ട് വായിക്കുന്നവർക്ക് മാത്രമാണ് അത് പഠിക്കുകയും വേണം. എന്നാലാണ് ഈ ഒരു ആൻസർ നമുക്ക് എഴുതാനായിട്ട് പറ്റുക. ഓപ്ഷൻസ് നോക്കുക. 1 ലോഞ്ച്ഡ് ബൈ ദ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് ഫോർ പ്രിവെൻഷൻ ഓഫ് ട്രാഫിക്കിംഗ്, റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് ദ വിക്ടിംസ്. 3 വോളണ്ടറി ഓർഗനൈസേഷൻ ആർ ഓൾസോ ആൻ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി. ഫോർമേഷൻ ആൻഡ് ഫങ്ഷനിങ് ഓഫ് കമ്മ്യൂണിറ്റി വിജിലൻറ്റ് ഗ്രൂപ്പ്സ്. അപ്പോൾ ഇതിലേതാണ് നമ്മുടെ ഉജാവാല സ്കീമിനെ കുറിച്ചിട്ട് തെറ്റായിട്ടുള്ളത് ഏതാണ്? 1 and 2, 3 and 4, 1 only and 1 and 3. ഇതിൻ്റെ ആൻസർ വരുന്നത് 1 only ആണ്. ലോഞ്ച്ഡ് ബൈ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് എന്നുള്ളതാണ്. അപ്പോൾ ഉജാവാല സ്കീമിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഇൻ ദ ഇയർ 2007. നമ്മൾ എവിടേക്ക് വന്നു? പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് അഗെൻസ്റ്റ് വുമൺ ആൻഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞുള്ള ആ ഒരു ടോപ്പിക്കിലേക്ക് കയറി. ഇപ്പം ആ ഒരു ഓർഡറിൽ തന്നെയാണ് ഇവർ ക്വസ്റ്റ്യൻ ഇടുന്നത് അല്ലേ.
ഫസ്റ്റ് ആ ഒരു സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻ്റെ പ്രോഗ്രാം സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആ ഒരു ഓർഡറിൽ തന്നെയാണ് ഇവർ ചോദിച്ചു പോയിട്ടുള്ളത്. അപ്പോൾ പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് അഗൈൻസ്റ്റ് വുമൻ ആൻഡ് ചിൽഡ്രനിലെ ഒരു പ്രോഗ്രാമായിട്ടാണ് നമ്മൾ ഈ ഉജാവാല സ്കീമിനെ പഠിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഉജ്ജ്വല സ്കീമുമായിട്ട് ഒരിക്കലും കൺഫ്യൂസ് ആവരുത്. ഈ ഉജ്ജ്വല സ്കീമാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ നിന്ന് റിലീസ് ചെയ്യപ്പെട്ടത്. അത് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. അത് LPG കണക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്കീമാണ് ഉജ്ജ്വല സ്കീം. ഇത് ഉജാവാല സ്കീമാണ് ദ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് 2007 കൊണ്ടുവന്ന സ്കീമാണ്. ടു പ്രിവെൻറ്റ് ദ ട്രാഫിക്കിംഗ് ഓഫ് വുമൻ ആൻഡ് ചിൽഡ്രൻ ഇൻ ഇന്ത്യ. Okay, it is a comprehensive scheme for prevention of trafficking and rehabilitation. Okay, sexual exploitation affected by women and child. ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് വുമൻസിനും ചൈൽഡിനും പ്രൊട്ടക്ഷൻ കൊടുക്കുക, അതാണ് ഈ ഉജാവാല സ്കീം കൊണ്ട് നമ്മുടെ മിനിസ്ട്രി ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ട്രാഫിക്കിംഗ് ആൻഡ് റീഹാബിലിറ്റേഷൻ വരുന്നുണ്ട്. റിക്വസ്റ്റ് ആൻഡ് റീഇൻറ്റഗ്രേഷൻ ഓഫ് സഫറേഴ്സ് ഓഫ് ട്രാഫിക്കിംഗ്, ആ ഒരു വിക്ടിംസിന് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഉജാവാല സ്കീമിൽ. ഒരു ഒബ്ജക്റ്റീവ്സിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ കൺസെപ്റ്റ് പഠിക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഈ ഒരു സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻ്റെ പ്രോഗ്രാംസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇതിനെ പറ്റിയിട്ടൊക്കെ ഡീൽ ചെയ്യും. ഈ ഉജാവാല സ്കീമിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഇതിൻ്റെ കമ്പോണൻസ് എന്താണ്, എല്ലാം നമ്മൾ ഡീൽ ചെയ്യും. അപ്പം ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യന് ആവശ്യമായതുകൊണ്ട് തന്നെ കമ്പോണൻസ് ആൻഡ് സേലിയൻ ഫീച്ചേഴ്സിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ വേണം. ഇതിൽ റീഹാബിലിറ്റേഷൻ പറയുന്നുണ്ട്. ഓക്കെ, റീഹാബിലിറ്റേഷനിൽ പറയുന്ന കാര്യം സെറ്റിംഗ് അപ്പ് ഓഫ് പ്രൊട്ടക്റ്റീവ് ആൻഡ് റീഹാബിലിറ്റേറ്റീവ് ഹോം, വൊക്കേഷണൽ ട്രെയിനിങ് ആൻഡ് ഇൻകം ജനറേഷൻ ആക്ടിവിറ്റീസ്, എഡ്യൂക്കേഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്, ലീഗൽ എയ്ഡ്, ബേസിക് കമ്മ്യൂണിറ്റീസ്, മെഡിക്കൽ കെയർ. ഇനി റീഇൻറ്റഗ്രേഷനിൽ പറയുന്ന കാര്യം സെറ്റിംഗ് ഓഫ് ഹാഫ് വേ ഹോം, റീസ്റ്റോറേഷൻ ടു ഫാമിലീസ്. ആൻഡ് റീപാട്രിയേഷനിൽ പറയുന്നത് ഫെസിലിറ്റേറ്റ് റീപാട്രിയേഷൻ പ്രൊസീജിയേഴ്സ്, റീപാട്രിയേഷൻ ടു ദ കൺട്രി ഓഫ് ഒറിജിൻ, റെസ്ക്യൂ, ഇൻഫോർമേഷൻ ഗ്യാതറിംഗ്, റെസ്ക്യൂ ഓപ്പറേഷൻ, ഇമ്മീഡിയറ്റ് റിലീഫ് ഓൺ റെസ്ക്യൂ, പ്രിവെൻഷൻ, ഫോർമേഷൻ ആൻഡ് ഫങ്ഷനിങ് ഓഫ് കമ്മ്യൂണിറ്റി വിജിലൻസ്. ഇതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നത്. ഫോർമേഷൻ ആൻഡ് ഫങ്ഷനിങ് ഓഫ് കമ്മ്യൂണിറ്റി വിജിലൻസ് ഗ്രൂപ്പ്സ്. നോക്കുക, ക്വസ്റ്റ്യൻ നോക്കുക, കണ്ടോ? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 4 പറയുന്നില്ലേ, ഫോർമേഷൻ ആൻഡ് ഫങ്ഷനിങ് ഓഫ് കമ്മ്യൂണിറ്റി വിജിലൻറ്റ് ഗ്രൂപ്പ്സ് ഫോർ പ്രിവെൻഷൻ ഓഫ് ട്രാഫിക്കിംഗ്, റെസ്ക്യൂ, റീഹാബിലിറ്റേഷൻ ഓഫ് വിക്ടിംസ് നമ്മൾ കണ്ടു. വോളണ്ടറി ഓർഗനൈസേഷൻ ആർ ഓൾസോ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത്. ഇത് മൂന്നും കറക്റ്റാണ്. വോളണ്ടറി ഓർഗനൈസേഷനും ഇംപ്ലിമെൻ്റ് ഏജൻസി ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ആ ഒരു കൺസെപ്റ്റിൽ പഠിച്ചാൽ മാത്രമാണ് നമുക്കിത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുക. പക്ഷേ നിങ്ങൾക്ക് ഒരു മിനിസ്ട്രി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തുകൊണ്ടും ഇത് നമുക്ക് കറക്റ്റായിട്ട് പറയാം. ഓക്കെ, ഇനി ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്. ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013 പറ്റിയിട്ട് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഈ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ, aims to provide food and nutritional security, reinforced women empowerment, provision of for food security allowance. The act provides for coverage up to 60% rural population and up to 40% urban population. Which among the quotes given below is true? 4 only, 1 and 3, 1, 2 and 3 and 1, 3 and 4. ഇതിൽ ആൻസർ വന്നു പോയിട്ടുണ്ട്. 1, 2 and 3 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് ഓരോ ഓപ്ഷനും നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ എവിടെയാണ് തെറ്റ്? 4th ഓപ്ഷനാണ് ഇവിടെ റോങ് ആയിട്ട് വന്നിട്ടുള്ളത്. 4th ഓപ്ഷൻ, ദ ആക്ട് പ്രൊവൈഡ്സ് ഫോർ കവറേജ് അപ് ടു 60% റൂറൽ പോപ്പുലേഷൻ ആൻഡ് അപ് ടു 40% അർബൻ പോപ്പുലേഷൻ. അപ്പോൾ അവിടെ ആ ഒരു പേഴ്സൻറ്റേജിലാണ് ഇവിടെ തെറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു കുറച്ചൊരു തിയറട്ടിക്കലായിട്ട് പഠിച്ചാൽ മാത്രമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുക. നമ്മൾ വെറുതെ ഒബ്ജക്റ്റീവും കാര്യങ്ങളും വായിച്ചു പോയിട്ട് കാര്യമില്ല. റൂറൽ പോപ്പുലേഷൻ എത്ര കവറേജ് കൊടുക്കുന്നുണ്ട്, അർബൻ പോപ്പുലേഷൻ എത്ര കവറേജ് കൊടുക്കുന്നുണ്ട്, അവിടെ ആയിരുന്നു നമ്മുടെ ആൻസർ കറക്റ്റായിട്ട് വരാനുള്ള ആ ഒരു ടേണിംഗ് പോയിന്റ്, അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു ആ ഒരു നമ്പറിലായിരുന്നു നമ്മുടെ ആൻസർ ഇരുന്നത്. അപ്പം while the act provides coverage for a certain percentage of the population, the specific numbers are not 60 and 40. 75% coverage of the rural population and 50% of the അർബൻ പോപ്പുലേഷൻ ആണ് കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 60-40 കാണുമ്പോൾ ഒരു 100ൽ വരുന്നതാണ് നോക്കുന്നത്. പക്ഷേ റൂറൽ പോപ്പുലേഷൻ ടോട്ടൽ എടുക്കുകയാണെങ്കിൽ അതിന് 75% കവറേജും, അർബൻ പോപ്പുലേഷൻ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അവരിൽ 50% കവറേജും എന്നാണ് നമ്മുടെ ആ ഒരു കൺസെപ്റ്റിൽ പറയുന്നത്. ഓക്കെ, ഇനി 1 and 3 കറക്റ്റാണ്, 2 കറക്റ്റാണ്. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം എന്തായി പോവും?
തെറ്റായിട്ട് പോകും. നമ്മുടെ ആൻസർ വരുന്നത് സി ആണ്. 1, 2 and 3. The National Food Security Act aims to provide food security and nutritional security, empower women, and includes provisions for food security allowance. The act covers a specific percentage of population, 75 rural and 50% urban, but not the numbers mentioned in the statement 4. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കാം. 75 റൂറൽ കവറേജും 50 അർബൻ കവറേജുമാണ് നമ്മുടെ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013 പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് കൂടാതെയുള്ള ആ ഒരു വുമൺ എംപവർമെൻറ്റ്, ന്യൂട്രീഷണൽ സെക്യൂരിറ്റി, ഇത്രയും കാര്യങ്ങൾ ഇത് കൂടാതെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പഠിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. സ്റ്റേറ്റ്മെൻറ്റ് 1, ദ 42nd അമെൻമെൻറ്റ്സിനെ പറ്റിയിട്ട് വീണ്ടും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ പേപ്പറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു അമെൻമെൻറ്റ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ദ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആഡഡ് വേർഡ്സ് സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ to the preamble of the Indian Constitution. Statement 2, 42nd Constitutional Amendment added the word integrity to the preamble of the Constitution. Select the correct answer. Answer is both statement are correct. ഇത് രണ്ടും കറക്റ്റ് ആണ്. 42nd Constitutional Amendmentൽ സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ നമ്മുടെ പ്രിയാമ്പിളിലോട്ട് ആഡ് ചെയ്യുകയും ഉണ്ടായി. അതേപോലെ തന്നെ ഇൻറ്റഗ്രിറ്റി, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന വേർഡും ആഡ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് രണ്ടും കറക്റ്റാണ്. ദ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആഡഡ് വേർഡ്സ് സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ ടു ദ പ്രിയാമ്പിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. ദ 42nd അമെൻമെൻറ്റ് ഇൻഡീഡ് ആഡഡ് സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ ടു ദ പ്രിയാമ്പിൾ. 2ൽ പറയുന്നത് എന്താണ്? 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആഡഡ് ദ വേർഡ് ഇൻറ്റഗ്രിറ്റി ടു ദ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് ഇൻറ്റഗ്രിറ്റി എന്ന് മാത്രമല്ല, യൂണിറ്റി ഓഫ് നേഷൻ ടു യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റഗ്രിറ്റി എന്ന വേർഡ് ആഡ് ചെയ്തു. അതേപോലെ തന്നെ സോഷ്യലിസ്റ്റ് എന്നുള്ളത് സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ എന്നുള്ളത് ആക്കി. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് MGNREG ആക്ട് ആർ നോട്ട് കറക്റ്റ്? അപ്പം തൊഴിലുറപ്പ് MGNREG ആക്ടിനെ പറ്റിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ ഏതാണ് ചോദിച്ചിട്ടുള്ളത്? നോട്ട് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? അപ്പോൾ ഗീവ് ഇമ്പോർട്ടൻസ് ടു സ്കിൽഡ് മാനുവൽ വർക്ക്. 2 എയിംസ് ടു പ്രൊവൈഡ് നോട്ട് ലെസ് ദാൻ 150 ഡേയ്സ് ഓഫ് വർക്ക് ഇൻ എ ഫിനാൻഷ്യൽ ഇയർ. പഞ്ചായത്ത് ഈസ് ആൻ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി. 4th, സെൻട്രൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി കൗൺസിൽ ഈസ് എ മോണിറ്ററിംഗ് അതോറിറ്റി. ഓപ്ഷൻസ് 1 and 2, 1 and 4, 2 and 3 and 4 only. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ അമ്മമാർ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷനൊക്കെ ഇതിന് കറക്റ്റായിട്ട് വരും അല്ലേ. അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് 1 and 2 ആണ്. 1 and 2 ആണ് ഇതിൽ തെറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. 1ൽ പറയുന്നത് ഗീവ് ഇമ്പോർട്ടൻസ് ടു സ്കിൽഡ് മാനുവൽ വർക്ക്. സ്കിൽഡ് ആയിട്ടുള്ള മാനുവൽ വർക്ക്സിനല്ല ഇവിടെ അവർ എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നോട്ട് ലെസ് ദാൻ 150 ഡേയ്സ്, 180 ദിവസം എന്നാണ് ഇവിടെ പറയുന്നത്. അതും തെറ്റാണ്. അപ്പോൾ ആൻസർ വരുന്നത് 1 and 3 ആണ്. ബാക്കി രണ്ടും പഞ്ചായത്താണ് അതിൻ്റെ ഇംപ്ലിമെൻ്റ് ഏജൻസി, സെൻട്രൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി കൗൺസിലാണ് മോണിറ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കറക്റ്റാണ്. അപ്പോൾ MGNREG എയിംസ് ടു പ്രൊവൈഡ് ഗ്യാരണ്ടീഡ് എംപ്ലോയ്മെൻറ്റ് ടു റൂറൽ ഹൗസ് ഹോൾഡിന് ഒരു ഗ്യാരണ്ടി എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് MGNREG എന്ന് പറയുന്നത്. ഇറ്റ് ഫോക്കസസ് ഓൺ അൺസ്കിൽഡ് മാനുവൽ വർക്ക്. അൺസ്കിൽഡ് ആയിട്ടുള്ള മാനുവൽ വർക്കാണ്, സ്കിൽഡ് ആയിട്ടുള്ള വർക്ക്സ് അല്ല ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് അറ്റ്ലീസ്റ്റ് 100 ഡേയ്സ് ഓഫ് ഗ്യാരണ്ടീഡ് വർക്ക്. ഒരു വർഷത്തിൽ 100 ഡേയ്സ് ആണ് അവർ ഗ്യാരണ്ടി ആയിട്ടുള്ള വർക്ക് പറയുന്നത്, 150 അല്ല. ദ പഞ്ചായത്ത് ഈസ് എ കീ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദ സോൾ ഏജൻസി. പഞ്ചായത്തും ഒരു ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിയാണ്. സോൾ ഏജൻസി അതാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പഞ്ചായത്ത് ഈസ് എ കീ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി, അത് കറക്റ്റാണ്. ദ സെൻട്രൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി കൗൺസിൽ ഈസ് എ മോണിറ്ററിംഗ് അതോറിറ്റി ബട്ട് ദ ഒംബസ്മാൻ സിസ്റ്റം ഈസ് ഓൾസോ എ കീ മോണിറ്ററിംഗ് ആൻഡ് ഗ്രീവൻസ് ഡ്രസൽ സിസ്റ്റം. അപ്പോൾ സെൻട്രൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി കൗൺസിലും ഒരു മോണിറ്ററിംഗ് അതോറിറ്റി ആണ്. ഈസ് എ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതും കറക്റ്റാണ്. അപ്പോൾ ഈ 4 ഓപ്ഷനിൽ 1 and 2 ആർ റോങ്. അപ്പോൾ ഓപ്ഷൻ ഈസ് എ. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ലാസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഗ്രേഡ് 2ൻ്റെ എക്സാമിന് ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് പോർഷനിൽ നിന്ന് വന്നിട്ടുള്ള GK ആൻഡ് കറണ്ട് അഫയേഴ്സിൽ നമ്മൾ റിനേസൻസ് ടോപ്പിക്ക് മാറ്റിയിട്ട് നോക്കുകയാണെങ്കിൽ GK ആൻഡ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് ഈ ഒരു ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്.
അല്ലേ? അപ്പം 91 to 100 ഇത്രയും ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പോൾ സിലബസ് അനാലിസിസ് ചെയ്തു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ ഇതിനോടൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതൊക്കെ പോർഷൻസ് ആണ് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്. ഇനി നിങ്ങൾ പഠിച്ച് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ എവിടെ നിന്ന് തുടങ്ങണം, കറണ്ട് അഫെയർസ് ഏത് പോർഷനാണ് നിങ്ങൾ കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ടത്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആപ്പിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റും കാര്യങ്ങളും എടുക്കാവുന്നതാണ്. നമ്മൾ ഈ ഒരു പോർഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്ക് യു ഓൾ. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷ 2025 ജൂലൈ 9 നടക്കാനിരിക്കുകയാണ്. കാറ്റഗറി നമ്പർ 741/2024 ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് 2025 മെയ് 11 വരെ കൺഫർമേഷൻ കൊടുക്കാനായിട്ടും സാധിക്കും. ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ. വളരെ എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്കും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാം. അതിനായി ടെക് PSC സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് തീവ്ര പരിശീലന ഓൺലൈൻ ക്രാഷ് കോഴ്സ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസുകൾ, ലൈവ് ക്ലാസുകളും റെക്കോർഡ് സെഷൻസും നിങ്ങൾക്ക് ടെക് PSC ആപ്പിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കും. അതോടൊപ്പം ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ PDF ഫോർമാറ്റിൽ ലഭിച്ചുകൊണ്ടിരിക്കും. ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസ്, ടോപ്പിക് വൈസ് എക്സാംസ്, ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ എന്നിവയും ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകതയാണ്. ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനും എക്സാം തീയതി വരെയും അവസരങ്ങൾ ഉണ്ടായിരിക്കും. ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി എക്സാം തീയതി വരെയുമാണ്. ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിജയം ഉറപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നവരുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.